worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. ഈ മാസത്തിലും ഈ എ പി മീറ്റിംഗുമായി കൂടി വരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവയുടെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പി എ പിയുടെ അധ്യക്ഷനായിട്ട് സഞ്ജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പി എ പി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് പ്രാർത്ഥന ജെഫിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ദൈവമേ ചർച്ച കഴിഞ്ഞ് ദൈവമേ പി എ പി കൂടി വരാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കിയവരൊക്കെ സ്വന്തം ചെയ്യുന്ന ദൈവമേ പി എ പ്രോഗ്രാമായിട്ട് അനുഗ്രഹമായി തീരുവാനായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നന്നായി പ്രോഗ്രാം ചെയ്യാൻ ദൈവമേ അനുവദിക്കുമാറോന്ന് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് നടത്തി പ്രേമമായിട്ട് മനോഹരമായി തീരുവാൻ സഹായിക്കുമാറോന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥനയായിട്ട് സ്വത്രയച്ച നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കാൻ സ്വർഗ്ഗപിതാവായി. ആമേൻ. ആദ്യമായിട്ട് ഒരു ഫാമിലി സോങ് ആണ്, ടി കെ സുകുമാരൻ ആൻഡ് ഫാമിലി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ദൈവസന്നിധിയിൽ സാക്ഷിയെ നിൽപ്പാൻ ദൈവം ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഫാമിലി സോങ് പാടുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ പാസ്റ്റർ, സഹോദരി സഹോദരന്മാരും എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ പാടിയിരുന്നൊരു പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു.
നിത്യ സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ പാടിപ്പുകഴ്ത്തിടുവിൻ. ദൈവത്തിന് മഹത്വം. നന്നായി പാടാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും നന്നായി പ്രിപ്പയറായി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിരുന്നു, നല്ല സോങ് ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് റിപ്പോർട്ട് സെക്രട്ടറി. ദൈവനാമത്തോട് മാറാട്ടെ. 22/2/2026 നിന്ന PIP റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ ജോനാഥൻ ജോയ് അധ്യക്ഷനായി തെന്നോട്ട് മീറ്റിങ്ങിൽ ബ്രദർ ജോയ് മോൻ മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. ബ്രദർ AC തിമത്തി മനോഹരമായ ഒരു തമിഴ് പാട്ട് ആലപിച്ചതിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ചിന്താ വിഷയം ബ്രദർ സഞ്ജു വർഗീസ് വളരെ മനോഹരമായി അവതരിപ്പിച്ചതിന് ശേഷം സിസ്റ്റർ സൂസൻ ഷാജിമോൻ അവർ നടത്തിയ ഭാവന വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും തുടർന്ന് ബ്രദർ ജോൺലി ബാബു നടത്തിയ സ്പെഷ്യൽ ബൈബിൾ റെഫറൻസിൽ ബ്രദർ AC തിമത്തി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് അധ്യക്ഷൻ ആശംസയായി ചില സന്ദേശങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം പാസ്റ്റർ നൽകുകയും തുടർന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. അടുത്തതായി ചെറുകഥയാണ്. അബ്രഹാം ആലപ്പാട്ട്. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നന്ദിതന്ന് കയാക്കാം. പണ്ട് ഉഴുതയിന് 100 ആടുണ്ടായിരുന്നു. ആയുധയൻ എന്നും ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകും. പടി പോലെ ആടുകളെ മേയ്ച്ചു. തിരിച്ച് ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതയാടിൽ നോക്കി തമ്മിൽ മാറ്റമുണ്ടോ? ഇതിന് ഭയങ്കര വശമായി. ഇതയൻ ആടുകളെ ഹുസൈത്ത് നീട്ടി കാണാപ്പോയതിനെ അന്വേഷിച്ചെങ്കിൽ കുട്ടിക്കാട്ടിയും മലരും മൃഗവും അതിനന്വേഷിച്ചു. ഒടുവിൽ ആടിനെ കണ്ടെത്തി. ഇതിന് ഭയങ്കര സന്തോഷമായി. ഇതയൻ ആടിനെ സമരത്തി കൊണ്ടുപോയി. വീട്ടുകാരും കൂട്ടുകാരും വീശ് എല്ലാം കാണാപ്പോയതിനെ കണ്ടുകിട്ടി സന്തോഷത്തിൽ കണ്ടുപോയിരുന്നു. ഈ കട 2 മത്സ്യമൊക്കെ കാണാപ്പോയതിനെ കണ്ടിട്ടതുപോലെ നമ്മൾ തേടി ഒന്നാണ്. നന്ദിതയാണ് യേശു പവിശേക്കുന്നു. ഞാൻ നന്ദിതയാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം കൊടുക്കുന്നു. ഗോപശു. നല്ല ഇടയൻ്റെ ഒരു കഥ, നല്ലൊരു കഥ കേൾക്കാൻ സഹായിച്ചു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി പാട്ട് സിസ്റ്റർ ജസ്ലിൻ ജോ. Praise the Lord. I thank God for giving me this opportunity to stand before you all to sing a song. I would like to sing a song about how God has led me through my life. He has been too good to me, and I would love to sing of His mercies in my life.
നല്ലൊരു പാട്ട് കീബോർഡോടൊപ്പം വായിക്കാൻ ദൈവം സഹായിച്ച ജസ്ലിൻ ജോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനിയും ദൈവം ഉപയോഗിക്കട്ടെ. അടുത്തതായി ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിനായി സിസ്റ്റർ നിസി ജിജോനെ ക്ഷണിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാനൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 4 പേരെങ്കിലും എൻ്റെ അടുത്തേക്ക് കടന്നു വരണം, സന്തോഷത്തോടെ കടന്നു വരണം. 4 പേർക്കും സമ്മാനമുണ്ട്. വന്നതിന് ശേഷം എന്താണെന്ന് ചലഞ്ചെന്ന് ഞാൻ പറയും. 2 സഹോദരിമാരും 2 സഹോദരന്മാരും. ഞാനിവിടെ ടൈം സെറ്റ് ചെയ്യും. അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ എത്രമാത്രം സ്തോത്രം പറയുന്നു, അതാണ് ചലഞ്ച്. ഒരു ശ്വാസത്തിൽ എത്ര സെക്കൻഡാണ് നമുക്ക് വരുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ തന്നെ ട്രൈ ചെയ്യാം. സ്തോത്രം 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 13. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. Sotram 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 sotram. Stotram 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 stotram. അപ്പോൾ ചലഞ്ച് കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം. നല്ലൊരു വെറൈറ്റി സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. അടുത്തതായി കവിത സിസ്റ്റർ ഏഞ്ചൽ ആൻ്റണി. Praise Lord. Greetings to all in matchless name of Jesus Christ, to Pastor Uncle and also Dikshin and PYP coordinators and everyone. Today this poem, I want to praise God for giving me this opportunity to have this poem. It is in Malayalam, and by the grace of God, to recent days I was thinking about how I've been examining my life, and I've found how my majority of my actions that I've been doing, how it could have been better according to the word. And so the Holy Spirit reminded me certain scriptural verse, and this poem happened. So praise God once again. Also, Holy Spirit gave me a tune for this poem, but I'm refraining from putting the tune here. I'm just going to say it in Malayalam. Praise God. Anganallo അതിമഹത്തായ പ്രതിഫലം, അങ്ങാണല്ലോ എൻ പാറയും പരിചയും, അങ്ങാണല്ലോ എൻ പിതാവ്, തൻ ശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചിടും പുത്രൻ്റെ മൊഴികൾ. അങ്ങേ വിട്ടു ഞാൻ എവിടെ പോയിടും, പാതാളം പോലെ പോരായ്മകൾ എനിക്ക് വേണ്ട. അങ്ങേ വിട്ടു ഞാൻ എവിടെ പോയിടും, ഈഡനിൽ അങ്ങയുടെ സാന്നിധ്യ പോരായ്മ എനിക്ക് വേണ്ട. അങ്ങേ വിട്ടു ഞാൻ എവിടെ പോയിടും, കായീൻ്റെ ആരാധന പോരായ്മ എനിക്ക് വേണ്ട. അങ്ങാണല്ലോ സ്വർഗസ്ഥനാം പിതാവ്, തൻ്റെ ഏകജാതനായ പുത്രൻ അങ്ങേ വെളിപ്പെടുത്തി, തൻ ജീവനെ മറുവിലയായി തന്നുവല്ലോ. ഉയർപ്പിൻ ഗാനം ശുദ്ധ ആത്മാവ് ഓർമ്മിപ്പിച്ചിടുന്നു. രൂപാന്തരം പെട്ട ശരീരം പോലെ വേറെയുണ്ടോ, ദൂതന്മാർ പോൽ അങ്ങയുടെ നാമം വാഴ്ത്തി പാടുവാൻ. അങ്ങാണല്ലോ അതിമഹത്തായ പ്രതിഫലം, അങ്ങാണല്ലോ എൻ പാറയും പരിചയും, അങ്ങാണല്ലോ എൻ പിതാവ്,
തൻ ശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചിടുന്നു പുത്രൻ്റെ മൊഴികൾ. പ്രൈസ് ലോർഡ്. താങ്ക്സ്. കവിത പറയുന്നത് സഹായിച്ച ഏഞ്ചൽ ആൻഡ് എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായി ഒരു പാട്ടാണ് സിസ്റ്റർ നിസി ആൻഡ് സൗമ്യ. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും പാസ്റ്റർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നീ
നല്ലൊരു പാട്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ടൊരു ബൈബിൾ റെഫറൻസ് ബസ്ലിയാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുമായ നാമമായിട്ട് മാറാട്ടെ. മാന്യധ്യക്ഷനും ശേഷം കൂടിയിരിക്കുന്ന എല്ലാ PIP മെമ്പേഴ്സിനും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബൈബിൾ റെഫറൻസാണ്, കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം സങ്കീർത്തനം 107:26. അടുത്തത് സദൃശ്യവാക്യങ്ങൾ 27:3. എന്നിട്ട് വായിച്ച മത്തായി 5:33. വായിച്ചു. ജോൺലി വായിച്ചു. എബ്രായർ 2:11. വിശദീകരിക്കുന്നവൻ തിരുത്തിയാട്ടൻ വായിച്ച. അടുത്തത് സങ്കീർത്തനം 27:4. ഞാൻ യഹോവയോട് ജിങ്കിള് വെച്ചു. ആമോസ് 7:8. തിരുത്തിയാട്ടൻ വായിച്ചു. യഹോവ എന്നോട്. അപ്പോസ്തല പ്രവൃത്തി 19:22. സൗമ്യ വെച്ചു തനിക്ക്. അടുത്തത് പുറപ്പാട് പുസ്തകം 16:9. അഹറിനോടും ജോൺലി. ദാനിയേൽ 7:9. ജിങ്കിള്. അടുത്തത് എബ്രായർ 10:26. ശരി ശരി ജെഫിം വായിച്ചു. അടുത്തത് ലാസ്റ്റാണ്. അടുത്തത് 2 പോയിൻ്റ് വെച്ചിട്ട് ജിങ്കിള്, സൗമ്യ, തിംതിയേട്ടൻ, ജോൺലി അവർ മാത്രമായിട്ട്. അടുത്തത് ഇയ്യോബിൻ്റെ പുസ്തകം 15:30. ഇരുളിൽ നിന്ന് ജോൺലി. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ആശംസ സന്ദേശമാണ്. അധ്യക്ഷൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. എൻ്റെ ചെറിയ ജീവിതത്തിലത്തെ അനുഭവത്തിൽ നിന്നും ദൈവം തന്നിട്ടുള്ളൊരു ആലോചനയിൽ നിന്നും ഒരു ചെറിയൊരു ഇത് പറയാം. അതിനായിട്ട് ഉൽപ്പത്തി 24:1 ആർക്കെങ്കിലും വായിക്കാം. ദൈവം അബ്രഹാമിനെ വലിയ പരീക്ഷയിലൂടെ കടത്തിവിട്ട ശേഷം നമുക്കെല്ലാവർക്കും അറിയാം അബ്രഹാം കടന്നുപോയ ഏറ്റവും വലിയ തീച്ചൂള എന്ന് പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം. അപ്പോൾ ആ വിഷയങ്ങൾക്ക് എല്ലാത്തിനും ശേഷം തന്നെ ഇപ്പോൾ നല്ല പ്രായം ചെന്നിരിക്കുന്നൊരു അവസ്ഥയിലാണ് അബ്രഹാം ആയിരിക്കുന്നത്. നല്ല വയസ്സുണ്ട്, നല്ല പ്രായമുണ്ട്. പക്ഷേ ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു തൻ്റെ മകൻ. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം അബ്രഹാമിനെ നോക്കാൻ അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ എലയാസറിനെ വിടുകയാണ് തൻ്റെ മകന് വേണ്ടിയിട്ടൊരു ഭാര്യ അന്വേഷിക്കാൻ. പക്ഷേ ഈ ഭാഗം നമ്മൾ വളരെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ പല വിഷയങ്ങളും നേരിടുമ്പോൾ ഈ വിഷയം എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള നിലവാരത്തിൽ തന്നെയാണ് നമ്മൾ പോവുക. പക്ഷേ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഫേസിങ് സിറ്റുവേഷനിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും. അത് ജാതികളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. പക്ഷെ നമ്മുടെ മുന്നിൽ നമ്മൾ തകരാണ്ടിരിക്കണതിൻ്റെ കാരണം ദാവീദ് പറയുന്നുണ്ട്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ.
അപ്പോൾ നമുക്ക് ഒരു ഇടയനുണ്ട് എന്ന് പറയുന്നതിലുപരി ആ ഇടയൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം നിൻ്റെ കൺട്രോളിലല്ല എൻ്റെ കൺട്രോളിലാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ ഏറ്റവും സങ്കീർണമായ സിറ്റുവേഷൻസ് കൂടി കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫിലും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണിത്. അബ്രഹാം വയസ്സ് നിന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഇസഹാക്കിന് വേണ്ടിയിട്ട് ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല. പിന്നെ അവരുടെ ഒരു വിശ്വാസം അറിയാലോ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ആളിൽ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായി വിശ്വസിച്ച് വിടുക. ലാസറിനോട് പറയാം, നീ മുന്നോട്ട് പോ, അവിടെ ചെല്ലുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. അപ്പോൾ നമ്മൾ അബ്രഹാമിനോട് ചോദിക്കണം, അബ്രഹാം നിനക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? കാരണം നിനക്ക് കണ്ണ് ഇപ്പം പ്രായമായി, കണ്ണ് മങ്ങി. പക്ഷേ അബ്രഹാമിന് പറയാനുള്ള ഈ കാര്യം അത് ദൈവത്തിന് നിങ്ങളോടും പറയാനുള്ള കാര്യമാണ്. അബ്രഹാം പറയും, ഈ വയസ്സ് വരെ എന്നെ നടത്തിയ ദൈവം ഇപ്പോൾ എൻ്റെ കണ്ണ് മങ്ങുമ്പോഴും ദൈവം ആരാണ്? എൻ്റെ കണ്ണാണ്. എനിക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ എൻ്റെ ദൈവത്തിന് കണ്ണ് കാണാം. അപ്പം നമ്മുടെ കണ്ണ് മങ്ങിയാലും നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാം? കണ്ണ് കാണാൻ പറ്റും. നമ്മുടെ കാത് മങ്ങി ചെവി കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നാലും ദൈവത്തിന് ചെവി കേൾക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഭാരം വരുമെങ്കിലും ജാതികളെ പോലെ നമ്മൾ ആ വിഷയത്തെ ഒരുപാട് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്, യേശു പറയുന്നത്, നിങ്ങൾക്ക് ദൈവം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ. യേശു പറയുന്നുണ്ട്, ഭാരം ചുമക്കുന്നത് എൻ്റെ അടുത്തിൽ വരുവേൻ. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ എന്തുണ്ട്? റെസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടാനും ഞെരങ്ങാനും ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യുക, പക്ഷേ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ അവിടെയാണ് അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം വളരെയധികം തീച്ചോടുകൂടി പോയെങ്കിലും അതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിന് ഇപ്പോൾ കണ്ണ് മങ്ങിയ സമയത്ത് ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം തനിക്ക് വേണ്ടി ഒരുക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് ചെയ്യാനറിയാത്ത, അല്ലെങ്കിൽ ഞാൻ ഒരു റിസോഴ്സ് ഇല്ല, അല്ലെങ്കിൽ മുന്നോട്ട് നടക്കാൻ എന്ത് ചെയ്യും എന്നറിയില്ലെങ്കിലും നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് അത് ഏൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അത് ചെയ്തു തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ അവസ്ഥയെ നോക്കിയിട്ടല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുക, വ്യവസ്ഥ നോക്കിയിട്ടാണ് ചെയ്യുക. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. കാരണം നമ്മൾ ദാവീദിനെ പഠിച്ചാലും ജോസഫിനെ പഠിച്ചാലും ദാനിയേലിനെ പഠിച്ചാലും അവസ്ഥ നോക്കിയിട്ട് ദൈവം പ്രതികരിച്ചിട്ടില്ല, വ്യവസ്ഥ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ദാനിയേലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ദാനിയേലിനോട് 30 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ദാനിയേലിന് വരിക. 30 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അറിയാം, നിങ്ങൾക്കെല്ലാവരും അവിടുത്തെ ലീഡേഴ്സ് എല്ലാവരും കൂടി വിചാരിച്ചു ഈ ദാനിയേലിനെ അങ്ങനെ തകർക്കണം. അപ്പോൾ അതിനവർ കണ്ടെത്ത വഴി ഇവൻ അവർക്ക് മനസ്സിലായി ഇവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. കാരണം ഞാൻ നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ കാലത്ത് ദുർമന്ത്രവാദം ഭയങ്കര ശക്തിയേറിയ ഒരു സമയമാണ്. അപ്പോൾ ദാനിയേൽ ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഹെഡായിട്ട് ദാനിയേലിനെ വെച്ചിരിക്കുക രാജാവ്. പക്ഷേ ഒരു രീതിയിലും മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ വേറെ കുറ്റാരോപണം കൊണ്ടോ ഒന്നും ദാനിയേലിനെ തകർക്കാൻ പറ്റില്ല. കാരണം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ നമ്മൾ ആണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നേരെ അങ്ങനത്തെ ഒരു അവസ്ഥ വരിക, 30 ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളെന്താ ചിന്തിക്കുക? നമ്മൾ ചിന്തിക്കും 30 ദിവസം മനസ്സിൽ പ്രാർത്ഥിക്കാം, അതിൻ്റെ അങ്ങനെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ദാനിയേൽ ശരിക്കും പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. മരണമാണ് മുന്നിൽ, പ്രാർത്ഥിച്ചാൽ കൊല്ലപ്പെടും ഉറപ്പാണ്. പക്ഷേ ദാനിയേൽ എന്നിട്ടും എന്തുകൊണ്ട് മുട്ടുമടക്കി ദൈവത്തെ വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥയല്ല ദൈവം നോക്കുക, വ്യവസ്ഥയാണ് നോക്കുക. ദാനിയേൽ വ്യക്തമായിട്ട് അറിയാം, ദാനിയേൽ മുട്ടുമടക്കിയില്ല എന്നുണ്ടെങ്കിൽ ആത്മീയ ലോകത്ത് ദാനിയേൽ ഏറ്റവും വീക്കായി പോവും. അവിടെ വെച്ച് ആ വീക്ക് പോയിന്റിൽ ദാനിയേലിനെ തകർക്കാൻ ശത്രുക്കൾക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാനിയേൽ മുട്ടുമടക്കിയ മുന്നിൽ വെല്ലുവിളിയുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നിടത്തോളം കാലം ദൈവം വേറൊരുത്തൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ദാനിയേലിനുണ്ട്. പക്ഷേ ആ ഭീഷണി കേട്ടിട്ട് ദാനിയേൽ മുട്ടുമടക്കിയില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ദാനിയേലിനെ പിന്നത്തേതിൽ തകർക്കാൻ ശത്രുക്കൾക്ക് പറ്റിയേനെ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ദാനിയേലിനെ അറിയാവുന്നത് കൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാണ്ടിരുന്നത്. അതിനുശേഷം എന്തുണ്ടായി? തീച്ചുളി കൂടെ അതിനെ കടന്നു പോകേണ്ട വന്നു, സിംഹക്കുഴിയിലിട്ടു. പക്ഷേ അറ്റ് ദ എൻഡ് നമുക്ക് കാണാം ദാനിയേലിൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന് അവിടെ തെളിയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ
അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത് ജാതികളുടെ മുന്നിൽ നമ്മുടെ ദൈവത്തിൻ്റെ വിളക്കായിട്ടാണ്. നമ്മളൊരിക്കലും തകർക്കാൻ വേണ്ടിയിട്ടല്ല ആ സിറ്റുവേഷൻ വരുന്നത്. പക്ഷേ ദൈവം നമ്മളെ നോക്കും. യോബിനെ വന്ന പോലെ വെറുതെ ഒന്നും ദൈവം തരില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് തന്നെ ദൈവം തരുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ കാര്യത്തിൽ. പണ്ട് പാസ്റ്റർമാർ ഈ യോബിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളെ പിന്നെ എന്തുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഈ വിശ്വാസത്തിൽ നിൽക്കാൻ. പക്ഷേ പിന്നീട് ദൈവം എന്നെ പഠിപ്പിച്ചു തന്നു. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ കർത്താവ് തരുള്ളൂ. ഇപ്പോൾ പത്രോസിൻ്റെ കാര്യത്തിൽ പത്രോസിന് ചെറിയ വിശ്വാസം, വേറൊരു കുഞ്ഞ് ലൈറ്റർ കത്തിക്കണ ഒരു വിശ്വാസം മാത്രമേ ഉള്ളപ്പോൾ പിശാച് ഊതിക്കെടുത്താന്ന് ചോദിച്ച സമയത്ത് യേശു പറഞ്ഞു, എന്താ പറയുക, അവന് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കുന്നതായിട്ട് പിന്നെ പത്രോസിനോട് പറഞ്ഞു. പക്ഷെ പിന്നീട് ആ പത്രോസിനെ തീ ആളി കത്തി ഒരു കാട്ടുതീയായി മാറി. കാട്ടിലുള്ള തീ പോലെ ആയ സമയത്ത് പിന്നെ പത്രോസിനെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് മാറി. അപ്പോൾ പിന്നെ നമുക്ക് കാണാം, അവനെ കൊല്ലാനിട്ടിട്ട് പോലും പത്രോസ് കിടന്നുറങ്ങി സുഖമായിട്ട്. കാരണം അവന് വ്യക്തമായി മനസ്സിലായി, എന്നെ കൊല്ലാൻ ആർക്കും പറ്റില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇന്ന് ദൈവത്തിന് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. പക്ഷേ ജീവിതത്തിൽ ടെസ്റ്റുകൾ വരും, വിശ്വാസം വരും. കറക്റ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക. ആ സമയത്തിൽ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യരുത്. പിശാച് നമ്മളെ ഏറ്റവും മടിപ്പിക്കാനും പ്രാർത്ഥനയിലാണ് ശ്രമിപ്പിക്കുക. കാരണം അവൻ നമ്മളെ കൊല്ലാൻ കഴിയില്ല, പക്ഷെ തളർത്താൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആമയുടെ മുയലിൻ്റെയും കഥ. നമ്മൾ പലപ്പോഴും പിശാചിനെ ഭയങ്കര സംഭവമായിട്ട് പറയുമെങ്കിലും പിശാചിന് ശരിക്കും ആമയുടെ സ്പീഡേ ഉള്ളൂ. നമുക്ക് മുയലിൻ്റെ സ്പീഡുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് മുയലിനെ പോലെ ഓടാനുള്ള സ്പീഡുണ്ട്. പക്ഷേ നമ്മൾ നടന്നാൽ പോലും നമ്മൾ ജയിക്കും. പക്ഷെ എന്തു ചെയ്യും, നമ്മൾ കിടന്ന് ഉറങ്ങും. മനസ്സിലായ? മുയൽ ആമ തോൽപ്പിച്ചത് മുയൽ ഉറങ്ങിയപ്പോഴാണ്. അപ്പം എന്തുകൊണ്ട് ആമ ശ്രമിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആമയ്ക്ക് ശ്രമിക്കേണ്ട പോലെ ആവശ്യമില്ല. കാരണം ആമ തോക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആമ എന്തുകൊണ്ട് മുയലിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുയൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ആമയ്ക്ക് ജയിക്കാം. പിശാച് എന്തുകൊണ്ട് നമ്മൾക്കെതിരെ പോരാടുന്നു വെച്ച് കഴിഞ്ഞാൽ, പിശാചിന് വ്യക്തമായിട്ട് അറിയാം അവനെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. നമ്മൾ ജയിച്ചു കഴിഞ്ഞവരാ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് വഴി നമ്മൾ ജയോത്സവത്തിൽ നിൽക്കുന്നവരാ. പക്ഷേ അവൻ എന്തുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ജയിക്കും. അവൻ ആമയുടെ സ്പീഡുള്ളെങ്കിലും ആമ ജയിക്കും. അതുകൊണ്ടാണ് നമ്മളോട് പറയണത്, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ക്രിസ്തുവിൽ നമ്മളെ പ്രകാശിക്കാൻ വേണ്ടി മരിച്ചവരുടെ നിന്ന് ഉണരാൻ പറയണത് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെമ്മറി ആയിട്ട് വയ്ക്കുക. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചു പോവുക, വ്യവസ്ഥയിൽ തന്നെ നിൽക്കുക. പിന്നെ വരുന്ന വിഷയങ്ങളൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. അതുകൊണ്ട് അനീഷേടൻ പാട്ട് പാടാൻ ക്ഷണിക്കുന്നു. Light of the world, you step down into darkness. Open my eyes, let me see beauty that makes this heart adore you. Hope of life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether holy, altogether worthy, altogether wonderful to me. Light of the world, you step down into darkness. Open my eyes, let me see beauty that makes this heart adore you. Hope of life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me.
wonderful days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all our forsake became poor. Here I am to worship, here I am to bow down. നമ്മുടെ PAP മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സെക്രട്ടറി കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ ഇന്ന് അഡ്വാൻസായിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ പോകുന്നില്ല. ഞാൻ പറയാനിരുന്നതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളെല്ലാവരും നന്നായിട്ട് സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് ബസ്സിൽ ഇരുത്തിയേക്കുന്നത്. പിന്നല്ല വേണ്ട കൂവണ്ട. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ നമ്മുടെ അബ്രാന്തി അബ്രാം പറഞ്ഞ കഥ കേട്ടല്ലോ, ഭയങ്കര കഥയായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ മെർവിനും നിമ്മിയൊക്കെ ഒന്ന് വരേണ്ടതായിരുന്നു. അവൻ പറഞ്ഞത് വാസ്തവത്തിൽ അടിപൊളി ധൈര്യത്തോടെ അവൻ കാര്യം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ വഴക്കവനാണ് കേൾക്കുന്നത്. ഇനി കൈയടിക്കുന്ന ഒരു സ്ഥിതി. നമ്മുടെ പ്രോഗ്രാംസൊക്കെ വളരെ നന്നായിരുന്നു. നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഒന്നിലധികം പ്രോഗ്രാംസൊക്കെ നിർവഹിച്ചു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ മുന്നോട്ട് വന്ന് പ്രോഗ്രാംസൊക്കെ ചെയ്തല്ലോ. നമ്മുടെ ജസ്ലിൻ കീബോർഡൊക്കെ വായിച്ച് നന്നായിട്ട് നല്ലൊരു കീബോർഡിസ്റ്റിനെയും കൂടി നമുക്ക് കിട്ടിയതിനായി നന്നായിട്ട് ക്ലാപ്പ് ചെയ്തേ. എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് അവളുടെ ബർത്ത്ഡേയുടെ ടൈമായിരുന്നു തോന്നുന്നു. അന്നൊരു പ്രോഗ്രാം നമുക്ക് നടക്കാതെ പോയി. ആട്ടെ, അതിന് കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന പ്രോഗ്രാം ചെയ്യത്തക്കവണ്ണം അവസരമൊത്തു. അതുപോലെ കഴിവുള്ളവരൊക്കെ കൂടി ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഇനിയുള്ള അവസരങ്ങളുണ്ടാകും. അവരുടെ താലന്ത് എന്താണെന്നൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രോഗ്രാംസും നന്നായിരുന്നു. സഞ്ജു നല്ലൊരു അവസാനമായിട്ട് കൺക്ലൂഷനായിട്ടൊരു മെസ്സേജ് നൽകി. സഞ്ജുവിൻ്റെ ഉത്സാഹത്തിനായി അഭിനന്ദനമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ ആ ചാരി ഇരിക്കുന്ന നമ്മുടെ പ്രായം കൂടിയ സഹോദരിമാരുണ്ടല്ലേ, സഞ്ജു പറഞ്ഞ കൂട്ടത്തിലെ നിങ്ങൾ 4 പേര് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. സഞ്ജു പറഞ്ഞ കൂട്ടത്തിൽ അതുപോലെ ആകരുതെന്ന് പറഞ്ഞു. ആരും അടുത്തിരുന്നൊരു പറയരുത്. അതുപോലെ ആകരുത്, പ്രാർത്ഥിക്കുന്നവർ അതുപോലെ ആകരുത് എന്ന് പറഞ്ഞു. ഏതുപോലെ? സഞ്ജു ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ആ 4 ചേച്ചിമാരെന്ന് പറഞ്ഞിട്ട് അവർ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ദാണ്ട് നമ്മുടെ ഹോസ്റ്റലെന്ന് പറഞ്ഞിടാ. എന്താ മോനെ? ആരെ പോലെ ആകരുതെന്നാണ് പറഞ്ഞേ? ഉറങ്ങുന്നവരെ പോലെ ആകരുതെന്ന്. എടാ ആരാണത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഈ നമ്മുടെ PYP ഏജുകാരവർ തീർച്ചയായിട്ടും ബസ്സിൽ അടുത്ത പ്രാവശ്യം പ്രോഗ്രാം ഇവർക്കൊക്കെ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. വാർഷികത്തിന് മാത്രം അവർ പ്രത്യക്ഷപ്പെടേണ്ടവരല്ല. PYPM മീറ്റിങ്ങിൽ പ്രായമുള്ളവരെക്കാൾ ഈ ഏജുകാരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്കൊരു മെസ്സേജൊക്കെ കൊടുക്കുക, ഷോർട്ട് മെസ്സേജ് അവർ പറയട്ടെ. പേരൻസ് അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കണം. ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുടെ പേര് എടുത്തു പറഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ചെറുതാക്കിയതല്ല. ഈ PYP കൊണ്ട് പ്രയോജനപ്പെടേണ്ടത് ഇവർക്കാണ്. ഇവിടെ PYP നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, കുഞ്ഞുങ്ങൾ പലരും അശ്രദ്ധരാണ്. ശ്രദ്ധിക്കേണ്ട ഏജുകാർ പലരും ശ്രദ്ധിക്കുന്നില്ല. അത് ശരിയല്ല. ഞാനിങ്ങനെ നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഇതുകൊണ്ട് പ്രായമുള്ളവർക്ക് ഇനി എന്തോ ചെയ്യണം? അവർ ഈ പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. ആ കഥയിലൂടെ ആണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ടത് ശ്രദ്ധിക്കണം. ആവശ്യമാണത്. ബസ്സിലെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ടീനേജ് പ്രായക്കാർ, ഈ ഏജുകാരെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് പ്രോഗ്രാം കൊടുക്കാൻ കൂടെ ഉത്സാഹിക്കണം. പ്രായമുള്ളവരൊക്കെ മുന്നോട്ട് വന്നതിൽ വളരെ അഭിനന്ദനമുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ PYP ദൈവം സഹായിക്കട്ടെ. അപ്പോൾ എക്സാമൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം.
കർത്താവിന് വെച്ച് അത് കഴിയുമ്പോൾ ഇവരുടെ പ്രകടനമായിരിക്കും പിന്നീട്. അപ്പോൾ നന്നായിട്ട് പുതിയ പ്രോഗ്രാംസുമായിട്ടൊക്കെ നമുക്ക് PYPA മീറ്റിങ്ങിന് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ടൈം സ്പെൻഡ് ചെയ്തിരുന്നതിൻ്റെ കാര്യം നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിവുള്ളവരാണ്, എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഇത് ദൈവ സാന്നിധ്യമാണ്, നമ്മുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുക. കണ്ണുകളടയ്ക്കാം, തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. ആരാധന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾക്ക് കർത്താവ് തന്നു. ഞങ്ങളുടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം വരികയെ അതിനുശേഷം PYPA മീറ്റിംഗായി ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ കൂടുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. എല്ലാറ്റിലും അങ്ങയുടെ സാന്നിധ്യം ആദ്യോടെ അവസാനം ഉണ്ടായിരുന്നതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ PYPA മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഏൽപ്പിക്കുന്നു. അവർ കർത്താവിൽ വളരട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, കർത്താവിന് പ്രയോജനമുള്ളവരായി നിൽക്കട്ടെ. ആമേൻ. ആമേൻ. അധ്യക്ഷത വഹിപ്പാൻ സഞ്ജുവിനെ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ആമേൻ. ഇതിൽ പ്രോഗ്രാംസിൽ സംബന്ധിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായും സ്തോത്രം. നീട്ടപ്പെട്ട കരങ്ങളെ ദൈവം മാനിക്കണമേ. സഭയായി ഞങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോട് പിരിയട്ടെ. തമ്മിൽ കാണുവോളം കൃപയിൽ മറയ്ക്കും. അങ്ങയുടെ വരവിനായി ഒരുക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃപരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മയും കാവലും നമ്മോർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയങ്ങളോട് തലവണക്കിയവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങിയവരുണ്ടായിരിക്കുമാറാകട്ടെ.